എന്താണ് ഈ എപ്സ്റ്റൈൻ ഫയൽസ്? അമേരിക്കയിലും മറ്റ് പ്രബല രാഷ്ട്രങ്ങളിലും കോളിളക്കം സൃഷ്ടിച്ച ഒരു ഫയലാണിത്. 2024 അമേരിക്കൻ കോടതികൾ ആയിരക്കണക്കിന് ഡോക്യുമെന്റുകൾ പുറത്തുവിടുകയുണ്ടായി. എപ്സ്റ്റൈൻ ഫയൽ സംബന്ധിച്ചതായിരുന്നു അത്. അമേരിക്കയിലെ വൻ കോടീശ്വരനും വട്ടിപ്പലിശക്കാരനും വ്യഭിചാരശാല നടത്തിപ്പുകാരനുമായിരുന്ന ജെഫ്രി എപ്സ്റ്റൈൻ എന്ന വ്യക്തിയെ 2019 അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതേ വർഷം തന്നെ ജയിലിൽ വെച്ച് ദുരൂഹമായ സാഹചര്യങ്ങളിൽ അദ്ദേഹം മരണമടയുകയും ചെയ്തു. ആ മരണത്തെക്കുറിച്ച് വലിയ അഭ്യൂഹങ്ങളുണ്ടായി. കോൺസ്പിറസി തിയറികൾ എപ്പോഴും നിലനിൽക്കുന്നു. കാരണം എപ്സ്റ്റൈൻ എന്ന വ്യക്തി അദ്ദേഹം നടത്തിയിരുന്ന രഹസ്യമായ ഇടപാടുകൾ, അതായത് കൊച്ചു കുഞ്ഞുങ്ങളെ ലൈംഗിക വൃത്തിക്ക് വേണ്ടി കടത്തിക്കൊണ്ടുപോവുകയും വൻകിട കോർപ്പറേറ്റ് മുതലാളിമാരും അക്കാഡമീഷ്യന്മാരും രാഷ്ട്രീയക്കാരും രാജകുടുംബത്തിൽപ്പെട്ടവരും ഉൾപ്പെടെ പലരുമായും ഇദ്ദേഹത്തിന് ബിസിനസ് ബന്ധങ്ങളുണ്ടായിരുന്നു എന്നും അതുമായി ഒരുപാട് സെലിബ്രിറ്റികൾ, പ്രബലർ കുടുങ്ങാനിടയുണ്ടെന്നും പറഞ്ഞു കേൾക്കുന്നു. ഇതിൽ തെളിവ് സഹിതം പരാമർശിക്കപ്പെട്ട ചില വ്യക്തികളുടെ പേര് കേട്ടാൽ തന്നെ നമുക്കത് മനസ്സിലാകും ഇദ്ദേഹം നടത്തിയിരുന്ന ബിസിനസിന്റെ ഗൗരവവും ഇദ്ദേഹത്തിനുള്ള പ്രാധാന്യവും. ഇദ്ദേഹം വൻതോതിൽ പലിശക്ക് കൊടുക്കുകയും വൻകിട കോർപ്പറേറ്റുകൾക്കുൾപ്പെടെ അതോടൊപ്പം തന്നെ അത് പരസ്യമായ കാര്യമായിരുന്നെങ്കിൽ രഹസ്യമായി പല പ്രബലർക്കും ഇദ്ദേഹത്തിൻ്റെ ലൈംഗിക തൊഴിലുമായി വ്യവസായവുമായി രഹസ്യബന്ധമുണ്ടായിരുന്നു എന്നുമാണ് പറഞ്ഞു കേൾക്കുന്നതല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിൽ വെച്ച് ദുരൂഹമായ സാഹചര്യത്തിൽ മരിക്കുകയും ചെയ്യുകയുണ്ടായി. അതിന്റെ പശ്ചാത്തലത്തിലാണ് 2024 ആ കേസുകളുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് ഡോക്യുമെന്റുകളാണ് ഇപ്പോൾ കോടതി 2024 പുറത്തുവിട്ടതോടുകൂടിയാണ് ഇത് വലിയ വിവാദമായി തീർന്നത്. കോടീശ്വരന്മാരുടെ പലിശ ഇടപാടുകളോ വ്യഭിചാര സംബന്ധമായ ബന്ധങ്ങളോ മറ്റു ദുർമാർഗങ്ങളോ ഒന്നും തന്നെ അത്ര ചർച്ചാ വിഷയമാകേണ്ട ഒരു കാര്യമല്ലെങ്കിലും ജെഫ്രി എപ്സ്റ്റൈൻ എന്ന വ്യക്തിയുടെ വ്യവസായവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഊഹിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വൻ വ്യക്തിത്വങ്ങളുടെ പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇദ്ദേഹം വിവാദങ്ങളിൽ സ്ഥാനം പിടിച്ചതാണ്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന പ്രബല പേരുകളിൽ ചിലത് മാത്രമാണ് ബിൽ ക്ലിന്റന്റേതും ഡൊണാൾഡ് ട്രംപിൻ്റേതും ഇലോൺ മസ്കിൻ്റേതും ഒക്കെ. അതുകൂടാതെ തന്നെ ഇവരെല്ലാം വ്യവസായികളും പൊളിറ്റീഷ്യന്മാരും അക്കാഡമീഷ്യന്മാർ വരെ, ശാസ്ത്രജ്ഞന്മാരുടെ വരെ പേര് പറഞ്ഞു കേൾക്കുന്നു. ആൻഡ്രൂ രാജകുമാരൻ്റെ പേര് വ്യക്തമായി കേൾക്കുന്നുണ്ട്. ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ വ്യക്തിയാണ് അദ്ദേഹം. ഇത് കൂടാതെ നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ പല പ്രബല വ്യക്തികളും സെലിബ്രിറ്റികളും ഇദ്ദേഹത്തിൻ്റെ പറ്റുകാരായി ഉണ്ടായിരുന്നു എന്ന രേഖകളാണിപ്പോൾ അപ്രത്യക്ഷമാകാൻ വഴിയൊരുക്കുന്ന തരത്തിൽ അദ്ദേഹം സ്വയം ഇവിടെ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജയിലിൽ വെച്ചിട്ടുള്ള മരണം വളരെയേറെ കോൺസ്പിറസി തിയറികൾക്ക് വഴിവെച്ചതും. ഇലോൺ മസ്ക്, ബിൽ ഗേറ്റ്സ് തുടങ്ങിയവരൊക്കെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരുന്നു എന്നാണ് കേൾക്കുന്നത്. പക്ഷേ നമുക്കറിയാം, നമ്മുടെ പൊതുവായ ധാരണ നമ്മുടെ ഭാരതം പോലെയുള്ള രാജ്യത്ത് സാൻമാർഗിക പ്രവർത്തനങ്ങൾക്കുള്ള മാനദണ്ഡങ്ങളല്ല അമേരിക്ക, യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങളിൽ നിലവിലുള്ളത് എന്ന്. എന്നാൽ പോലും ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ പ്രതിബദ്ധത പലപ്പോഴും സന്മാർഗ വിഷയങ്ങളോട്, അസന്മാർഗ പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന രാഷ്ട്രീയക്കാരോട് പടിഞ്ഞാറൻ രാജ്യങ്ങൾ, അമേരിക്ക, യൂറോപ്പ് പോലുള്ള രാജ്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാറില്ല പൊതുവെ. നമ്മുടെ രാജ്യത്ത് ഇതിനേക്കാൾ വലിയ ലൈംഗികാരോപണങ്ങൾ ഉണ്ടായാലും അവർ സുഭിക്ഷമായി, സ്വച്ഛമായി വിഹരിക്കുകയും വീണ്ടും വീണ്ടും അധികാരത്തിലേറുകയും ചെയ്യുമ്പോൾ അമേരിക്ക, യൂറോപ്പ്, ഇംഗ്ലണ്ട് പോലെയുള്ള രാജ്യങ്ങളിൽ പൊതുവെ സാൻമാർഗിക കാര്യങ്ങൾ വളരെയേറെ ലിബറൽ ആണെന്നും പരിഷ്കൃതമാണെന്നും കരുതപ്പെടുന്ന ആ രാഷ്ട്രങ്ങളിലാണ് പക്ഷേ
അസാൻമാർഗിക പ്രവർത്തികളിൽ ഏർപ്പെടുന്ന രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അക്കാഡമീഷ്യന്മാരായാലും ഇനി സമ്പന്ന വ്യക്തികളായാലും വളരെ കർക്കശമായ നിയമ നടപടികൾ നേരിടേണ്ടി വരുന്നത് ഇന്ത്യയിലേക്കാൾ യൂറോപ്പിലും അമേരിക്കയിലും പൊതുവെ പാശ്ചാത്യ രാജ്യങ്ങളിലാണെന്ന് കാണാം. നമ്മുടെയും അവരുടെയും സാൻമാർഗിക സദാചാര സങ്കല്പങ്ങൾ രാവും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ടെന്നാണ് നാം പൊതുവെ ധരിച്ചു വച്ചിട്ടുള്ളതെങ്കിലും അസാൻമാർഗിക പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവർക്ക് നേരെയുള്ള, പ്രത്യേകിച്ച് അവർ പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരാണെങ്കിൽ, പൊതുസേവകരാണെങ്കിൽ, പാശ്ചാത്യ രാജ്യങ്ങളിൽ കിട്ടുന്ന ശിക്ഷയും നിയമ നടപടികളും നമ്മുടെ ഭാരതം പോലെയുള്ള രാജ്യങ്ങളിൽ കാണാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വലിയ കുറവ് തന്നെയാണ്. നമ്മുടെ രാജ്യത്ത് നമ്മുടെ സർക്കാരുകളെ പറ്റിച്ച്, നമ്മുടെ ബാങ്കുകളെ പറ്റിച്ച്, പൊതു ഖജനാവിന് ഭീകരമായ നഷ്ടമുണ്ടാക്കി പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെട്ട വിജയ് മല്യ പോലുള്ള വ്യക്തികൾ അവിടെയുള്ള ബ്രോത്തലുകളിലും ബീച്ചുകളിലും ബാറുകളിലും ക്ലബ്ബുകളിലും വിജയ ചിഹ്നമായ വിക്ടറി ചിഹ്നം കാണിച്ചുകൊണ്ട് ചുറ്റിനും പെൺപടയോടുകൂടി യുവതികളോട്, നഗ്നകളും അർദ്ധനഗ്നകളുമായ സ്ത്രീകൾക്ക് നടുവിൽ നിന്ന് ഇന്ത്യക്കാർക്ക് നേരെ കൊഞ്ഞനം കുത്തുന്നത് കാണാം. അതായത് നിങ്ങൾക്ക് എന്നെ എന്ത് ചെയ്യാൻ കഴിയും എന്ന വെല്ലുവിളിയാണ് അതിൽ ധ്വനിക്കുന്നത്. അതായത് ഒരു രാഷ്ട്രത്തെ മൊത്തം സാമ്പത്തികമായി പറ്റിച്ച് രക്ഷപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ പോയി മദ്യവും മദിരാക്ഷിയുമായി കൂത്താടുകയാണ് ആ കൂട്ടർ. അവർക്ക് ഈ രാജ്യത്ത് ഒന്നും ഭയപ്പെടാനില്ല. ആ രാജ്യങ്ങളിലാവട്ടെ അവർക്ക് സമ്പത്തുമായി വരുന്നവർ ഏത് തരത്തിൽപ്പെട്ടവരായാലും വലിയ കുഴപ്പമില്ല. അവരുടെ സ്വന്തം രാജ്യത്തിലെ രാഷ്ട്രീയക്കാരോ പൊതുപ്രവർത്തകരോ ലൈംഗികമായ ആരോപണങ്ങളിൽ ഉൾപ്പെടുമ്പോഴേ അവർക്ക് വേവലാതിയുള്ളൂ. മറിച്ച് ഇന്ത്യയെപ്പോലുള്ള അല്ലെങ്കിൽ മൂന്നാം ലോക രാഷ്ട്രങ്ങളിൽ നിന്ന് പൊതുമുതൽ അപഹരിച്ചു പോകുന്ന മിക്കവരും പടിഞ്ഞാറൻ രാജ്യങ്ങളിലാണ് അഭയം തേടുന്നത് അസമ്പത്തുമായി. ഏതായാലും ജെഫ്രി എപ്സ്റ്റൈൻ ജയിലിൽ വെച്ച് തന്നെ മരിച്ചുപോയ നിലക്ക് പല സെലിബ്രിറ്റികളും രക്ഷപ്പെട്ടു എന്ന് പറയാം. എങ്കിലും നമ്മുടെ ബിൽ ക്ലിന്റൺ, ട്രംപ് പോലെയുള്ളവർ കുടുങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. എങ്കിലും അത് എത്രത്തോളം നിയമപരമായി മുന്നോട്ട് പോകും എന്നോ 2024 കോടതി ഡോക്യുമെന്റ്സ് ഈ കേസിന്റെ കുറ്റവാളികളെ കണ്ടെത്തുന്ന കാര്യത്തിൽ, ശിക്ഷിക്കുന്ന കാര്യത്തിൽ, നിയമ നടപടികൾ കൈക്കൊള്ളുന്ന കാര്യത്തിൽ എത്രമാത്രം സഹായകമാകുമെന്നോ അറിഞ്ഞുകൂടാ. എങ്കിലും അമേരിക്കയിൽ പൊതുവായി ഈ എപ്സ്റ്റൈൻ ഫയൽസിനെതിരായ ഒരു വികാരം ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് കാണാം. അത് ആ ജനതയുടെ നീതിബോധത്തിന്റെ പ്രതിഫലനമാണെന്ന് കൂടി നമുക്ക് ആശ്വസിക്കാം.